ട്രെയിലർ കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് കാണാൻ തോന്നിയത്. അപ്പോൾ അയലനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഏലിയൻ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. തുടക്ക ഭാഗത്തൊക്കെ ഈ സിനിമ നല്ല എൻ്റർടൈനിങ് ആണ്. കോമഡി സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. യോഗി ബാബു ആൻഡ് ഗാങ് ഒക്കെ പൊളിയാണ്. ആ ഒരു രീതിയിൽ ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. കോമഡിയുടെ കേസിൽ മാത്രമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിഷ്വൽസിൻ്റെ കേസിലും ഈ സിനിമ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. ചില സീക്വൻസുകളൊക്കെ ആ ഒരു വിഷ്വലും സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതൊക്കെ നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ശങ്കർ പടങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ കുറച്ച് എഫക്റ്റഡിലും പരിപാടികളൊക്കെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. പക്ഷേ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ആക്റ്റൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ആക്റ്റിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് ഒരു പ്രഡിക്റ്റബിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു റൂട്ടീൻ സൈഫൈ പടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഊഹിക്കാവുന്നൊരു സെറ്റപ്പിലാണ് ഈ സിനിമ പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഈ സിനിമ ഏറ്റിട്ടില്ല. സെക്കൻഡ് ആക്ട് ആണെങ്കിലും തേർഡ് ആക്ട് ആണെങ്കിലും മൊത്തത്തിൽ പ്രഡിക്റ്റബിളാണ്. ആ ഒരു പ്രശ്നം എനിക്ക് ഈ സിനിമയിൽ തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു സംഭവമായിട്ട് പിന്നീട് ഈ സിനിമ തോന്നുന്നില്ല. ആൻഡ് വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ E.T. എന്ന് പറഞ്ഞ സിനിമ സത്യജിത് റേയുടെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് നോക്കിയിട്ട് രാജേഷ് റോഷൻ കോയ് മിൽക എന്നൊരു സിനിമ എടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ അയലൻ എന്ന സിനിമയും കൂടി ചെയ്തു വെക്കുന്നു. അപ്പോൾ ഇൻസ്പിറേഷൻ ഓഫ് ആണോ അല്ലെങ്കിൽ കോപ്പി ഓഫ് എ കോപ്പി ആണോ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ആ ഒരു സംഭവമാണ്. അപ്പോൾ ചെന്നൈ സിറ്റിയിൽ നടക്കുന്ന ഒരു കോയ് മിൽക പോലെയാണ് ഈ സിനിമ പിന്നീട് എനിക്ക് തോന്നുന്നത്. ആ ഒരു ട്രാക്കാണ്, വലിയ ചേഞ്ച് ഒന്നുമില്ല. കുറച്ചും കൂടി മോഡേണൈസ് ചെയ്തു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് പറയാൻ ഒന്നും ഇല്ല. A.R. റഹ്മാൻ വരെ ഈ സിനിമയിൽ ആവറേജ് ആണ്. അതിപ്പോൾ സോങ്സ് ആണെങ്കിലും 1-2 സോങ്സ് ഓക്കെ, പക്ഷേ മൊത്തത്തിലൊരു വൈബ് കിട്ടുന്നില്ല. നമ്മളെ പെരിയ ബൈ A.R. റഹ്മാൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് പറയാൻ പറ്റുന്ന ആ ഒരു സംഭവങ്ങളൊന്നുമില്ല. BGM ആണെങ്കിലും ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിലൊരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ കൂടുതലൊന്നും ഈ സിനിമയ്ക്കകത്ത് പറയാനില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.